ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ബൈ ഗോഡ് ഗ്രേസ് ഞാനും അഞ്ജുസും അഭിനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എൻ്റെ നൈറ്റ് ഡ്യൂട്ടി വ്ളോഗ്. അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി ഈശോയോട് പ്രാർത്ഥിച്ചിറങ്ങും കേട്ടോ. ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഏകദേശം 2.5 മാസം ആകാൻ പോകുന്നു. അപ്പോൾ ഇത്രയും നാളും നൈറ്റ് ഉണ്ടായിരുന്ന ദിവസം എൻ്റെ കൂടെ എൻ്റെ പ്രിസെപ്റ്ററും വേറൊരു സ്റ്റാഫും എന്നെയും കൂടെ കൂട്ടി 3 പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഞാനും വേറൊരു സ്റ്റാഫും ഉള്ളൂ നൈറ്റിന്. അതിൻ്റെ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. നേരെ ഞാൻ പോയത് സൈത്തൂൺ കഫറ്റേരിയ കേട്ടോ. ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ളൊരു കഫറ്റേരിയയാണ്. അവിടെ ചെന്ന് ഒരു ചായയും ഒരു എഗ് പപ്സും ഓർഡർ ചെയ്തു. ഇതൊരു പതിവ് ശീലമല്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാത്തതുകൊണ്ട് അങ്ങ് കുടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാൻ നേരെ പോകുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ അങ്ങോട്ടാണ്. രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഈ റോഡ് അങ്ങ് ക്രോസ് ചെയ്ത് നേരത്തെ എത്താൻ വേണ്ടി അങ്ങ് പാസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഫൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തിനാന്നേ വെറുതെ നിയമം തെറ്റിച്ച് അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ റൂള് കറക്റ്റായിട്ട് പാലിക്കാറുണ്ട് കേട്ടോ. ഈ സിഗ്നലിൻ്റെ അതിലേ പോവാറുള്ളൂ. നേരെ പോകുന്നത് അൽനാദ പാർക്കിൻ്റെ അങ്ങോട്ടാട്ടോ. ഈ പാർക്ക് എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ റംദാൻ്റെ സമയത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവിടെ പോകാൻ പറ്റുക എന്നറിയത്തില്ല. കാരണം നാളെ ക്രിസ്മസ് ആണ്. എനിക്ക് ഡേ ഡ്യൂട്ടിയാണ് 7 to 7. ഞാൻ റിക്വസ്റ്റഡ് ഓഫ് ഒന്നും ചോദിച്ചില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് ക്രിസ്മസിന് ആഘോഷങ്ങളൊന്നുമില്ല. ഒന്നാമത് അങ്കിൾ മരിച്ചത് കൊണ്ടും പിന്നെ പിള്ളേരൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ക്രിസ്മസ് ആഘോഷമൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിക്കണം അത്രമാത്രം. പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. പതിവിലും നേരത്തെ എൻ്റെ വണ്ടി ഇന്ന് വന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവിടെ കുറച്ച് നേരം നിന്നാലേ വണ്ടി വരുള്ളൂ. ഇന്ന് വണ്ടി നേരത്തെ വന്നു. കാരണം ചിലപ്പം ഇത് ഇടദിവസമാണ്. അപ്പം നൈറ്റിന് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. കാരണം ദുബായിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് ഷാർജയിൽ താമസിക്കുന്നവർ വരുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും നല്ല ട്രാഫിക് ഉണ്ടാവും. നമ്മളെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ളൊരു ഡ്രൈവറിൻ്റെ ചുമതലയാണല്ലോ. എന്തായാലും ഇതുവരെയായിട്ട് അതൊന്നും തെറ്റിട്ടില്ല കേട്ടോ. കറക്റ്റ് സമയത്തിന് എന്തായാലും ഡ്യൂട്ടിക്ക് കയറും. പിന്നെ നിങ്ങൾക്ക് ഏത് ഡ്യൂട്ടിയാണ് ഇഷ്ടം? നൈറ്റ് ഡ്യൂട്ടിയാണോ ഡേ ഡ്യൂട്ടിയാണോ? നഴ്സുമാരായ പലരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാം. എന്തായാലും ഏത് ഡ്യൂട്ടിയാണ് ഇഷ്ടം? ഞാനിവിടെ ഈ ദുബായി വന്ന ശേഷം കേട്ടോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഈ 8 വർഷത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ ഓൺ ഗോൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഏതാണ്, നൈറ്റ് ആണോ ഡേ ഡ്യൂട്ടി ആണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതല്ലേ. കുറച്ച് നാൾ കഴിയുമ്പം പറയാം ഏതാ എനിക്കും ഇഷ്ടപ്പെടുന്നതെന്ന്. പിന്നെ സമയം ഇപ്പോൾ 6:47 7 മണിക്ക് കേട്ടോ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നേരെ വെച്ച് വിടുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പിന്നെ പഞ്ചിങ് ചെയ്തു. പഞ്ചിനും പഞ്ച് ഔട്ടൊക്കെ ചെയ്യുന്നത് ഫോണിൽ തന്നെ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മറന്നു പോകുമായിരുന്നു ചെയ്യാൻ വേണ്ടി. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഞാൻ അധികം എടുക്കില്ല കേട്ടോ. കാരണം ഹോസ്പിറ്റലിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. ഇത് 2 കേസ് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം കേട്ടോ. എല്ലാം സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു 11:30 ആയപ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഗുബൂസ്, പാല്, ഇത് മുട്ട കേട്ടോ. പിന്നെ ആപ്പിള്, പിന്നെ സാലഡ്, കേട്, ആപ്പിൾ ജ്യൂസ്, വെള്ളം ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടത് ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ അടുത്ത പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ദൈവസഹായത്താൽ വേറെ പേഷ്യൻ്റ് ഒന്നും വന്നില്ല കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാനൊരു കോഫി കുടിച്ചു. കാരണം ഒരു ഉറക്കം വരുന്ന പോലെയൊക്കെ ഒരു തോന്നൽ. എന്തായാലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഇനി റൂമിൽ ചെന്നപാടെ എന്താ പറയുക, വെട്ടിയിട്ട വാഴ പോലെ അങ്ങ് കിടന്നുറങ്ങണം. 6:13 ഇനി ഒരു 45 മിനിറ്റും കൂടെ കഴിഞ്ഞ് വേറെ സ്റ്റാഫൊക്കെ വരും. അങ്ങനെ ഓവറും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ഞാനൊരു 7:15 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 7:10 ആകുമ്പോഴത്തേന് കാർ പാർക്കിംഗ് വണ്ടി വന്ന് കിടക്കും. എന്നാലും എല്ലാ സ്റ്റാഫുകളും വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. 8 മണിയൊക്കെ ആവും ഇവിടുന്ന് പോകുമ്പം തന്നെ. പിന്നെ എനിക്കങ്ങനെ പേഷ്യൻറ്റിൻ്റെ ഓവറൊന്നും അങ്ങനെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഇതാട്ടോ ഹോസ്പിറ്റൽ. പിന്നെ നേരെ പോകുന്നത് പാർക്കിങ്ങിലേക്കാണ്. വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്. ഇന്ന് സമയം 7:32 ആയിട്ടുണ്ട്. ഞാൻ പാർക്കിങ്ങിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അല്ലെങ്കിൽ ഇതിൽ നേരത്തെ വന്ന് ആ വണ്ടിയെ കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഒരു ബോധവും കാണില്ലെന്ന് പറയുന്നത് സത്യമാണ്. പണ്ടൊക്കെ ഞാൻ സൗദിയിൽ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ടിംഗ്ലേജൊക്കെ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഓർക്കും ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്. അന്നൊന്നും ഞാൻ നൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണ് എനിക്ക് ആ അവസ്ഥ ശരിക്കും മനസ്സിലാകുന്നത്. പോയി കിടന്നുറങ്ങിയാൽ പിന്നെ ഒരു ബോധവും എനിക്കും കാണിയല്ലെന്നുള്ളത്. അങ്ങനെ ഇതാട്ടോ എൻ്റെ ഹോസ്പിറ്റൽ. ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഈ വ്യൂ ആട്ടോ ഇത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ പീഡിയാട്രിക് ഹോസ്പിറ്റലുണ്ട്.
ഇന്ന് നമ്മൾ അവിടുന്ന് വേറെ സ്റ്റാഫിനെ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നേരെ അങ്ങോട്ട് പോവുക കേട്ടോ. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇന്ന് സത്യത്തിൽ ഉറങ്ങുമല്ല, പക്ഷെ എന്നും എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ, വണ്ടിയെ കയറിയ ഉടനെയുള്ള അവസ്ഥ. പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറേയൊക്കെ ഉറക്കം പിടിച്ച് നിർത്തി എന്നുള്ളതാണ് സത്യം. എന്നും എടുക്കും, നൈറ്റിന് പോകുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്ന നൈറ്റ് ആകുമ്പം അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് അൽനാദയിൽ റൂമിൻ്റെ അവിടെ എത്തി. ഇനി ഒന്ന് ചെന്ന് കുളിച്ചിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. അഞ്ജുസും അഭിനും പോയിട്ടുണ്ടാവില്ല, കാരണം അവർ പോകുന്ന സമയം ആവുന്നതേ ഉള്ളൂ. ഞാൻ ബെല്ലടിച്ച് നോക്കി, കൃത്യം അഞ്ജുസ് ഡോറ് തുറന്നു. അവൾക്കറിയത്തുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. അവൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡോറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആ കണ്ട സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.